അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മിഷ്കാത്ത് എന്ന കിതാബിന്റെ ദർസ് ഭാഗം 28. ബാബു ഇസ്തിഹ്ബാബിൽ മാലി വൽ ഉംരി. സമ്പത്തും വയസ്സും, അതായത് ആയുസ്, അത് രണ്ടും സുന്നത്താണെന്നതിനെ വിവരിക്കുന്ന അധ്യായം. സുന്നത്താണെന്ന് പറഞ്ഞാൽ അതിനെ ചോദിക്കാം, അള്ളാഹുവിന്റെ ആരാധനയ്ക്ക് വേണ്ടി എന്നതിനെ വിവരിക്കുന്ന അധ്യായം. ഹദീസ് നമ്പർ 5. وعن أنس رضي الله عنه أن النبي صلى الله عليه وسلم قال إن الله تعالى إذا أراد بعبد خيرا استعمله. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അതാണ് വാൻ അനസ് റളിയല്ലാഹു അൻഹു എന്നതിന്റെ അർത്ഥം. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു, ഇദാ അറാദ ബിഅബ്ദിൻ ഖൈറൻ, ഒരടിമയെ കൊണ്ട് അല്ലാഹു ഖൈറിനെ ഉദ്ദേശിച്ചാൽ, ഇസ്തഅമലഹു, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആമിലാക്കും, അവൻ ജോലി ചെയ്യുന്നവനാക്കും. ആമിലാക്കും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം സഹാബാക്കൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഫഖീല, സദസ്സിലുണ്ടായിരുന്ന ആരോ ഒരാൾ ചോദിച്ചു, ഫഖീല, ചോദിക്കപ്പെട്ടു, കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് അദ്ദേഹത്തിനെ ആമിലാക്കുക, എന്താണ് അതിന്റെ ഉദ്ദേശം? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്, മരിക്കുന്നതിന് മുമ്പ് സ്വാലിഹായ അമലിന് വേണ്ടിയുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. റവാഹു തുർമുദി. തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ആറാമത്തെ ഹദീസ്. വഅൻ ശദ്ദാദ് ബിൻ ഔസ്, ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുകയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖയ്യിസ്, കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്ന ബുദ്ധിമാൻ. അതാണ് ഖയ്യിസിന്റെ അർത്ഥം. എന്താണ്? കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്ന ബുദ്ധിമാൻ. മൻ ദാന നഫ്സഹു, മൻ ഒരാളാണ്, ദാന നഫ്സഹു, അവന്റെ നഫ്സിനെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടവനാക്കി, അങ്ങനത്തെ ഒരാളാണ് യഥാർത്ഥമായ ബുദ്ധിമാൻ. ദാന നഫ്സഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടുത്തിക്കും അവന്റെ ശരീരത്തെ. മാത്രമല്ല വഹസബ നഫ്സഹു, അവന്റെ നഫ്സിനോട് അവൻ ഹിസാബ് നടത്തിയ ഓരോ ദിവസവും. ഹാസിബു ഖബ്ല അൻ തുഹാസബു എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ. നിങ്ങളെ ഹിസാബ് നടത്തപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ഹിസാബ് നടത്തുക. അപ്പൊ ഹിസാബ് നടത്തുകയും അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന നഫ്സാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യൻ, അവനാണ് അൽ ഖയ്യിസു, ബുദ്ധിമാൻ. വഅമില ലിമാ ബഅദൽ മൗതി,
മരണശേഷമുള്ള ജീവിതകാലത്തേക്ക് അമൽ ചെയ്തവനുമാണ് ബുദ്ധിമാൻ. ഇങ്ങനത്തെ ഒരാൾക്കാണ് ആഖില് എന്ന് പറയാൻ പറ്റുക, ഖയ്യിസ് എന്ന് പറയാൻ പറ്റുക. വൽ ആജിസ്, ആജിസ് എന്ന് പറഞ്ഞാൽ അശക്തൻ, ബുദ്ധിയില്ലാത്തവൻ, മന്ദപ്പ് എന്നൊക്കെ പറയാം. മൻ അത്ബഅ നഫ്സഹു ഹവാഹ, തന്റെ ശരീരം എന്തൊക്കെ തന്നോട് കൽപ്പിക്കുന്നുവോ അതിനോടൊക്കെ അവൻ അവന്റെ നഫ്സിനെ തുടർത്തി. ആ പറയുന്നതിനോടൊക്കെ അവൻ ഇങ്ങനെ അതിനനുസരിച്ച് പ്രവർത്തിച്ചു. ഐ ജഅലഹ താബിഅതൻ ലിഅവാഹ, അവന്റെ ഹവയോട്, ശരീരത്തിന്റെ ആഗ്രഹത്തിനോട് അനുസരിച്ച് അവന്റെ ഹൃദയത്തിന് അവൻ തുടർത്തിയവൻ. അള്ളാഹുവിന്റെ മേലിൽ അവൻ വളരെയധികം അനാവശ്യമായ ആഗ്രഹം ആഗ്രഹിക്കുകയും ചെയ്തു, പ്രതീക്ഷ പുലർത്തി. അവന് തെറ്റ് ചെയ്യും, എന്നിട്ട് അവൻ പറയും എനിക്ക് അള്ളാഹു എന്നോട് കരുണ കാണിക്കും, അതുകൊണ്ട് എനിക്കവൻ സ്വർഗം തരും. അങ്ങനെ അമിതമായ പ്രതീക്ഷ അള്ളാഹുവിൽ. ഇങ്ങനെയുള്ള മനുഷ്യനാണ് ആജിസ്, ബുദ്ധിയില്ലാത്തവൻ, ബുദ്ധിയെ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാത്തവൻ. റവാഹു തുർമുദി വ ഇബ്നു മാജഹ. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി, ഇബ്നു മാജഹ എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അൽ ഫസ്ലു സാലിസ്, ഈ ബാബിലെ മൂന്നാമത്തെ ഫസ്ൽ. അൻ റജുലിൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ നിന്ന് ഒരു പുരുഷനിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഖാല, അവർ പറയുന്നു, കുന്നാ ഫീ മജ്ലിസിൻ, ഞങ്ങൾ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫതല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഞങ്ങളുടെ മേലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. വഅലാ റഅസിഹി അസ്റുമായി, തല നനഞ്ഞതുപോലെ തോന്നുന്നുണ്ട്, വെള്ളത്തിന്റെ അടയാളം തലയിൽ ഉണ്ട്. ഫഖുൽനാ യാ റസൂലല്ലാഹ്, അപ്പോൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നറാക ത്വയ്യിബൻ നഫ്സി, നിങ്ങളെ ശരീരം നല്ല, ശരീരത്തിന്റെ ലാഹിറായ ഭാഗം നല്ല നന്നാക്കി വൃത്തിയാക്കിയവരായിട്ടാണല്ലോ ഞങ്ങൾ കാണുന്നത്. അതോടുകൂടെ ഹൃദയത്തിന് നല്ല ഉന്മേഷമുള്ളവരുമായിട്ടാണല്ലോ കാണുന്നത് എന്നാണ് വാക്കിന്റെ അർത്ഥം. ഖാല അജൽ, അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ. ഖാല, റാവി പറയുകയാണ്, സുമ്മ ഖാലൽ ഖൗമു ഫീ ദിക്രിൽ ഖിന, പിന്നെ അവിടെ കൂടിയിരുന്ന ആളുകളെ ഐശ്വര്യത്തിനെ സംബന്ധിച്ച് സംസാരിക്കാൻ തുടങ്ങി. സ്വത്തിനെ സംബന്ധിച്ച്, സമ്പത്തിനെ സംബന്ധിച്ച്, ധനത്തിനെ സംബന്ധിച്ച്. അങ്ങനെ സംസാരിച്ചപ്പോൾ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബഅസ, ധനമുണ്ടായത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. ലിമൻ ഇത്തഖല്ലാഹ അസ്സ വജല്ല, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, ഭയപ്പെടുന്ന ഒരാൾക്ക് സ്വത്തുണ്ടായി എന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. എന്നാൽ സിഹത്ത്, ആരോഗ്യം, രോഗമില്ലാതിരിക്കുക എന്നതാണ് ഖൈറും മിനൽ ഖിന, ആരോഗ്യമാണ് എന്തിനേക്കാൾ ഖൈർ, ഐശ്വര്യത്തെക്കാൾ ഖൈർ. വതയ്യിബുൻ നഫ്സ്, അതുപോലെ നഫ്സ് നല്ല റാഹത്ത് ഉണ്ടാവുക, ഹൃദയത്തിന് സന്തോഷം ഉണ്ടാവുക, ആഫിയത്ത്, ആരോഗ്യം ഉണ്ടാവുക, ഇതാണ് ഖൈർ മിനൽ ഖിന, ഖിനയേക്കാൾ. അപ്പൊ ഖിനന്റെ കൂടെ അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉഷാറാണ്. തയ്യിബുൻ നഫ്സ് എന്ന് പറയുമ്പോൾ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാവുക എന്നത് മിനൻ നഈം, അത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്.
റവാഹു അഹ്മദ്. ഈ ഹദീസ് അഹ്മദ് എന്നവർ റിപ്പോർട്ട് ചെയ്തതാണ്. ഇനി എട്ടാമത്തെ ഹദീസ്. നമ്മള് ഈ മിഷ്കാത്ത് എന്ന വിഷയത്തില് സമ്പത്തിനെ സംബന്ധിച്ച് ഈ കുറെ കാര്യങ്ങൾ ഇതിന്റെ മുമ്പുള്ള വീഡിയോകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ധനം പാടില്ല, സ്വത്ത് പാടില്ല എന്നല്ല അതിന്റെ അർത്ഥം എന്ന് എട്ടാമത്തെ ഹദീസോട് കൂടെ ബോധ്യപ്പെടും. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനാണ്. അവര് പറയുകയാണ്, കാനൽ മാലു ഫീമാ മളാ, കഴിഞ്ഞ കാലത്ത് സ്വത്തായിരുന്നു യക്റഹു, ആളുകൾക്ക് ഈ സ്വത്ത് വല്ലാതുണ്ടാകുന്നതിന് വെറുപ്പായിരുന്നു തഖ്വയുള്ള ആളുകൾക്ക്. എന്നാൽ ഇന്ന് പറഞ്ഞാൽ ഈ 2026-ലല്ല, സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മഹാനവറുകൾ പറയുകയാണ്, സമ്പത്ത് എന്നത് മുഅ്മിനായ മനുഷ്യന്റെ പരിചയം. പരിച എന്ന് പറയുന്നത് വാളുകൊണ്ട് വെട്ടുന്ന സമയത്ത് തടുക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഹലാലായ സ്വത്ത് ഒരാൾക്കുണ്ടെങ്കിൽ സുബ്ഹത്തിലെ ഹറാമോ ഹലാലോ എന്ന് വ്യക്തമല്ലാത്തതിലും ഹറാമിലും അകപ്പെടുന്നതിനെ തൊട്ട് അതവനെ തടയും. മാത്രമല്ല, സ്വത്തിനു വേണ്ടി അക്രമികളോട് കൂട്ടുകൂടുന്നതിനെ തൊട്ട് അതവനെ തടയും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സ്വത്ത് എന്നത് തുർസുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ പരിചയം. എന്നിട്ട് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗലാ ആദിഹി ദനാനീർ, ഈ ദീനാറുകൾ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ, സമ്പത്ത് ഉണ്ടായിരുന്നില്ല എങ്കിൽ, ലതമന്തല ബിനാ ആഹുലായിൽ മുലൂക്, ഈ രാജാക്കന്മാര് ഭരണകർത്താക്കൾ നമ്മളെ ടവലായി ഉപയോഗിക്കുമായിരുന്നു. ടവല് ഭക്ഷണം കഴിച്ചിട്ട് കയ്യൊക്കെ ഒന്ന് തോർത്താൻ വേണ്ടി ഉപയോഗിക്കണം, പിന്നെ ആവശ്യം കഴിഞ്ഞാൽ ഒഴിവാക്കുന്ന ഒരു സാധനം. ഇതുപോലെ നമ്മളെ ഉപയോഗിക്കും. മാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുകയാണ്, മൻ കാന വഖാല സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന ഫീ യദിഹി മിൻ അദീ ശൈഉൻ, അതുകൊണ്ട് സമ്പത്തിൽ നിന്ന് വല്ലതും വല്ലവന്റെ കയ്യിലും ഉണ്ടായാൽ ഫൽയുസ്ലിഹുഹു, അതിനെ അവൻ നന്നാക്കട്ടെ, അത് ഹലാലായതാക്കട്ടെ. ഫഇന്നഹു, തീർച്ചയായും നമ്മുടെ ഈ കാലം സമാനുൻ, ഒരു കാലമാണ്, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഒരു കാലഘട്ടമാണ്. ഇനി ഒരു വ്യക്തി സ്വത്തിലേക്ക് ആവശ്യമായാൽ കാന അവ്വല മൻ യബ്ദുലു ദീനഹു, ഏറ്റവും ആദ്യം അവൻ ദീനിനെ വിറ്റിട്ടായിരിക്കും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ഹലാലു ലാ യതമിലു സർഫ, ഹലാലായ സ്വത്താണെങ്കിൽ അത് സർഫിനെ, അമിതമാക്കലിനെ അത് വഹിക്കുകയില്ല, ഇസ്രാഫ് അതിൽ വരികയില്ല. എന്ന് പറഞ്ഞാൽ റിയാഇന്റെ മാർഗത്തിലെ അതിനെ കൊടുത്തുകൊണ്ടുള്ള ഇസ്രാഫ് അതിൽ ഉണ്ടാവുകയില്ല, അങ്ങനെ വരികയില്ല. ഹലാലല്ലാതിരിക്കുമ്പോഴാണ് തെറ്റായ കാര്യങ്ങൾ പെട്ടെന്നതിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ചെയ്യാനും ആ ചെയ്യുന്ന സമയത്ത് തെറ്റായ ചിന്ത ഹൃദയത്തിൽ വരുന്നതുമൊക്കെ സ്വത്ത് ഹറാമാകുമ്പോഴാണ് കൂടുതൽ സാധ്യത. റവാഹു ഫീ ശറഹി സുന്ന, ശറഹു സുന്ന എന്ന കിതാബിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒമ്പതാമത്തെ ഹദീസ്, വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, അവർ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുനാദി മുനാദിൻ യൗമൽ ഖിയാമ, കുറച്ച് വയസ്സായ എന്നെ പോലെയുള്ള
ഒരു 60 വയസ്സായ ആൾക്കാരും മനസ്സിലാക്കേണ്ട ഹദീസാണ്. ഈ വീഡിയോ കേൾക്കുമ്പോൾ അത്രക്കാരും പ്രത്യേകം ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാത്തവര് ഞാൻ ഇപ്പോ അടുത്ത് തന്നെ 60 എത്തും എന്ന് ഓർക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് അവർ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുനാദി മുനാദിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു മലക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, അയ്ന അബ്നാഉ സിത്തീൻ, 60 വയസ്സായ ആളുകൾ എവിടെ? 60 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചവർ എവിടെ എന്ന് പ്രത്യേകം ഖിയാമത്ത് നാളിൽ വിളിച്ചു ചോദിക്കും. 60 വയസ്സ് എന്നാൽ അത് അള്ളാഹു പറഞ്ഞ ഒരു പ്രായമാണ്. അള്ളാഹ് ഖുർആനിൽ അത്രക്കാരെ പറ്റിയാണ് പറഞ്ഞത്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. അവലം നുഅമ്മിറുകും, നിങ്ങൾക്ക് ഞാൻ വയസ്സ് തന്നില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാൻ പറ്റുന്നവർക്ക് ചിന്തിക്കാൻ മാത്രമുള്ള ഒരു വയസ്സ് നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ? വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തി അറിയിക്കുന്ന പ്രവാചകന്മാര് വന്നില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുന്ന പ്രായം 60 വയസ്സ് വരെ ഇവിടെ ജീവിച്ച പ്രായമാണ്. അതുകൊണ്ട് 60 വയസ്സായ ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് അള്ളാഹുവിന്റെ അരികിൽ ചെന്നാൽ മറ്റൊരു ഹദീസിൽ ഉദ്റില്ല, ഉദ്ർ അള്ളാഹു സ്വീകരിക്കാത്ത പ്രായമാണ് അത് എന്ന് ഇതിന്റെ മുമ്പ് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം എന്റെ ശരീരത്തോടും ഇത് കേൾക്കുന്നവരോടും ഉണർത്തുകയാണ്, നാം ഉണർന്ന് അമൽ ചെയ്യേണ്ട സമയമാണ്. ഈ ഹദീസ് റവാഹുൽ ബൈഹഖി ഫീ ശുഅബിൽ ഈമാൻ, മാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അടുത്ത ഭാഗം നിങ്ങളിലേക്ക് ഉടനെ എത്തുന്നതാണ്. എല്ലാ ഭാഗങ്ങളും കേട്ട് മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു ഇതൊരു നല്ല പ്രവർത്തനമായി സ്വീകരിക്കട്ടെ. നമുക്ക് നാളെ ആഖിറത്തിലേക്കുള്ള അമലുകളുടെ കൂട്ടത്തിൽ ഈ പ്രവർത്തനം അല്ലാഹു രേഖപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സുഹൃത്തുക്കൾ, ബന്ധപ്പെട്ടവർ, അവരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും നമ്മുടെ ദോഷവും അല്ലാഹു പുറത്തു നൽകുകയും ചെയ്യട്ടെ. അവരെയും നമ്മയും അല്ലാഹു വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ഇൽമിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, ദീനിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ ചാനലിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കൊക്കെയും അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.